മച്ചാന്മാരെ അപ്പം നമ്മളേ ഇന്ന് ഏകദേശം സമയം ഒരുപാടായിക്കണ്ടോ രാവിലെ കുറച്ചേരം ഓടി പിന്നെ 6 മണിയായി 6:30 സമയം 6:22 അപ്പം ഞാനും ഷായറും ഇങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ എയർപോർട്ട് പോവാണ്. കൊച്ചിയിൽ ഭയങ്കര ബ്ലോക്കാണ്. അപ്പം ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ലക്ഷ്യത്തോടെ ഇൻ്റർസിറ്റി കിട്ടാൻ വേണ്ടി പോവാണ് ഷായർ. അപ്പം ഞങ്ങൾ എന്തായാലും എയർപോർട്ട് പോയി വരാം. അപ്പോൾ നമ്മളുള്ളത് HMT റോട്ടിലാട്ടോ. നമുക്ക് CNG അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഷായറും ഇങ്ങനെ CNG അടിച്ചുകൊണ്ട് നേരെ ഇനി എയർപോർട്ടിലേക്കാണ് പോണത്. അവൻ്റെ വണ്ടി അവിടെ കളമശ്ശേരി ആ ഭാഗത്തുണ്ട്. അപ്പോൾ ഡ്രൈവർ ചെറുക്കനാണ്, വേറെ ലെവലാ. നമ്മളെ വീഡിയോക്ക് തീരെ വ്യൂസ് ഇല്ല കേട്ടോ. നമുക്ക് ആകെയുള്ള വ്യൂസ് ഇതാണ്. അപ്പം ഇങ്ങനെ കാണും എപ്പോഴും, വേറെ ആരും കാണൂല നമ്മളെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സെറ്റാക്കി തരും. അപ്പോൾ ഗായ്സ് നമ്മളെ എയർപോർട്ടിൽ എത്തിയിട്ട് ഒരു അരമണിക്കൂറായി. ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഉറക്കം പോയിന്നാ തോന്നില്ല. ഇൻ്റർസിറ്റി അടിച്ചും കയറ്റി ഞങ്ങൾ വന്നതാ. ലോക്കൽ മതി. ഇച്ചൊരു 3 കിട്ടണം. ഞാൻ ഉച്ചക്ക് ഉറങ്ങിക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം പിന്നെ പട്ടിപ്പണി ഇന്ന് ഫുള്ള്. രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഏകദേശം 7 മണി വരെ ഓടിക്കണം. 1000 റുപ്യ 1400 റുപ്യ ആയിട്ടുള്ളൂ. ഇന്നെന്താ ശോക ദിവസമാണ് നമുക്ക് അല്ലേ? ചൊവ്വാഴ്ച എന്നും ശോക, എന്താ അറിയില്ല. ഏതായാലും നമുക്ക് ഇൻ്റർസിറ്റി അടിച്ചു നോക്കുക. അടിച്ചിട്ട് നമുക്ക് നേരെ മൂന്നാർ വിടാം. പോലെ വണ്ടിയാട്ടോ ഇവിടെ, കണക്കില്ലാത്ത വണ്ടികളാ. അതിന് 100-300 വണ്ടി ഇവിടെ നിർത്തിയിട്ടേക്കും ഫുള്ളായിട്ട്. നോക്കണേ പാർക്കിങ്ങിൽ. 11 മണിയാവാനായിട്ടോ. നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ പോകുന്നത്. നമുക്കൊരു ട്രിപ്പ് അടിച്ചു എയർപോർട്ടിൽ നിന്ന് മുണ്ടമ്പാലം ആ ഭാഗത്തേക്ക്. അപ്പോൾ ഒരു 440 റുപ്യൻ്റെ ട്രിപ്പായിരുന്നു. അങ്ങനെ നമ്മളെ ഊബർ കുറച്ചേരം ഓടിയിട്ടുള്ളൂ. നമുക്ക് ആകെ 2 ട്രിപ്പ് എടുത്തത്. ഒന്ന് എയർപോർട്ടിൽ കൊടുത്തു, എയർപോർട്ടിൽ നിന്ന് പിന്നെ ഇൻഫോ പാർക്കൊക്കെ ഒരു ട്രിപ്പും കിട്ടി. അപ്പോൾ നമ്മളെ മെയിൻ ലക്ഷ്യം ഊബർ അല്ല കേട്ടോ. ഊബറിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ ഒരു ബുക്കും കടലാസൊക്കെ എടുത്ത് ഇറങ്ങും. നമുക്ക് CCTVൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ CCTVൻ്റെ ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിയുണ്ട്. ക്യാമറ കുറേ നമ്മൾ വെക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുക്കലില്ല. അത് ഞങ്ങൾ രണ്ടാളും ഒരാൾ ഒരു തലക്കിന് മറ്റോ വേറെ തലക്കേക്കരം. അപ്പം നമ്മൾ പരിപാടി അങ്ങനെ നടക്കൂല. പരിപാടി നടക്കും, വീഡിയോ എടുക്കൽ നടക്കലില്ല. അപ്പം ഇന്ന് ഇതിനായിട്ട് ഞങ്ങളൊരു പരസ്യം ചെയ്യണം പറയാണ്ട് അങ്ങനെ ഇറങ്ങിയതാ. അപ്പം നമ്മൾ ഈ വീട്ടിലാട്ടോ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കണത്. ഇവിടെ വൈഫൈ ക്യാമറ കേട്ടോ ഫിറ്റ് ചെയ്തിരിക്കണേ. 2 വെച്ചിരിക്കണം, ഒന്ന് ബാക്ക് സൈഡിലും വെച്ചിരിക്കണം. അപ്പം അതിൻ്റെ പരസ്യം ചെയ്യണം നമുക്ക്. പരസ്യം ചെയ്യാൻ എഴുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചേർക്കാം. എഴുത്ത് കാണിച്ചു കൊടുക്കല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പോവാട്ടോ. വീഡിയോ എടുക്കാൻ പോവാണ്. പെട്ടിയും സാധനങ്ങളൊക്കെ കൈ പിടിച്ച് പോവാണ് ചെറുക്കം. അപ്പം നമ്മളേ CCTVൻ്റെ വീഡിയോ എടുക്കുന്ന ദൃശ്യമായിട്ടത് കാണുന്നത് ചെറുക്കം. ഞാൻ വീഡിയോ എടുക്കുന്ന ആള് മൊബൈൽ ചൂടായപ്പോഴേ പിന്നെ AC ഇടാൻ വേണ്ടി പോന്ന ചെറുക്കം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പേരാ എടപ്പള്ളിയിലാട്ടുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ കൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട്. നാട്ടിൽ ചെറിയൊരു VIP പരിപാടി ഉണ്ട്. നമ്മൾ നാട്ടിൽ പോവാണ്. പിന്നെ നമ്മളെ വ്ളോഗർ നമ്മളെ കൂടെ ഉണ്ട്, ഷായർ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പാടെ ഡെസ്റ്റിനേഷൻ ഓണാക്കിയാണ് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ലുലുമാളിൻ്റെ അവിടെ എത്തിയിട്ടോ. ലുലുമാൾ കാണാത്തവർ കണ്ടോളേ, നമ്മളെ യൂസുഫ് അലിൻ്റെ സ്ഥാപനമാണ്. ഇവന് ചെറിയ പാർട്ണർഷിപ്പ് ഉണ്ടായിമേ അല്ലേ? എത്ര കോടിയല്ലേ പുതിയ? അവന് പകുതിയുണ്ട് അത്ര പാർട്ണർഷിപ്പ്. ഈ ഭാഗം ഓൻ്റെതും ആ ഭാഗം യൂസുഫ് അലിൻ്റെ ആണ് പറഞ്ഞത്. ഈ ഭാഗം യൂസുഫ് അലിൻ്റെതും ഈ ഭാഗം ഓൻ്റെതും അത്ര. ഇതൊരു 3000 റുപ്യ കടം തരുമോ? EMI അടക്കാണ്ട് വരും. 3000 മതി തരുമോ? എന്നോട്ട് ദയവായിട്ട് വണ്ടി നിർത്തിക്കോ, ഫൈൻ ഞാൻ കൊടുത്തോണ്ട് കുടിച്ചാ. അപ്പം നമ്മൾ ലുലുമാളിൻ്റെ മുമ്പിലായിട്ടുള്ളത്. ലുലുമാൾ കാണാത്തവർ കണ്ടോളി. ഒരു ദിവസം 10 വട്ടം നമ്മളിത് കാണാൻ നോക്കില്ല. 10 വട്ടം. പണ്ട് ഇങ്ങോട്ട് ഇതിനായിട്ട് ടൂർ വന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പനെ എത്ര വട്ടം ടൂർ വന്നിക്കണം അറിയാം. അപ്പോൾ ഇതാക്കുന്ന ഇവിടെ ഈ തിണ്ടുമ്പോൾ കുറേ ടൂർ വന്നാണ്ട് വണ്ടി ഇട്ടാതെ കുറേ ഇരുന്നിക്കണ് വെയിലും കൊണ്ടാണ്ട്. നമ്മളിപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ വെള്ളം കുടിക്കാൻ കയറി കേട്ടോ. നല്ല വെള്ളം കിട്ടും. സഫാൻ്റെ ഭാഗ്യമാണ്, ക്യാമറ എടുത്തതിനുള്ള കൂലിയാണ്. നമ്മൾ നല്ല ചിക്കൻ പീസ് കഴിക്കാണ്.
അപ്പം നമ്മളേ പിന്നെ നാട്ടിലേക്ക് പോകുന്നതാണ്, ഡെസ്റ്റിനേഷൻ ഇട്ട് പോകുന്നതാണ്. 2-3 ഇൻ്റർസിറ്റിക്ക് അടിച്ചു. പിന്നെ ആലുവ കഴിഞ്ഞേക്കിന് നമുക്കൊരു തൃശ്ശൂർക്ക് ഒരു ഓട്ടോ അടിച്ചു. പിന്നെ ഷൊർണൂർക്ക് ഒരു ഓട്ടോ അടിച്ചു നമുക്ക്. അത് ഫുള്ള് ക്യാൻസലായി. അപ്പം നമ്മളെ ഒപ്പം പോകുന്ന യൂട്യൂബർ നമ്മളെ പറ്റിച്ചാണ്. അവൻ്റെ ഫോണിൽ നിന്ന് നേരെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ്ട് നമ്മളെ പറ്റിച്ചു. ഫേക്കിൽ പിന്നെ